കുറച്ച് പേരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും കറി ആൻഡ് സ്പൈസസ് ആയിട്ട് കുറച്ച് നാളായാലും എന്നെ കണ്ടിട്ട് എന്ന്. അത് എന്നെ അടുത്തറിയുന്നവർക്ക് കുറേ പേർക്ക് അറിയാം എന്താ റീസൺ എന്നുള്ളത്. അല്ലാത്ത എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിന്നിപ്പോൾ പറയുന്നത്. ഒരു മാസം ഞാൻ നാട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം പെട്ടെന്നായിരുന്നു വിവേകിൻ്റെ അമ്മ ഞങ്ങളെയൊക്കെ വിട്ടു പോയി. അത് പെട്ടെന്നായിരുന്നു അമ്മയുടെ ആ ഒരു. അപ്പം അതിപ്പോഴും ഞങ്ങൾക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാളിപ്പം ഷൂട്ടും എഡിറ്റിങ്ങും ഒന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. ഇനിയിപ്പം ഇന്ന് തൊട്ട് ഞാനിപ്പം തുടങ്ങിയിട്ടുണ്ട്. പിള്ളേർ എന്നെ ഇപ്പം കളിയാക്കുന്നുണ്ട്. ഇനിയിപ്പം കറി ആൻഡ് സ്പൈസസ് 2.0 എന്ന് പറഞ്ഞാൽ അമ്മ റീലോഡഡ് ആയിട്ട് ചെയ്തോളാൻ പറഞ്ഞു. കാരണം ഒരു 3 മാസത്തെ ഗ്യാപ്പോളം വന്നിട്ടുണ്ട്. ഇന്നിപ്പം ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് മീൻ പച്ചയ്ക്ക് അരച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് അമ്മ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയമായിരിക്കും. അത് വളരെ ഇഷ്ടമുള്ളൊരു മീൻകറിയാണ് അമ്മയുടെ മീൻകറി. അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ കുട്ടനാടൻ ഫിഷ് കറി, അത് പച്ചക്കരച്ച് ടൈപ്പ് തന്നെയാണ്. കുട്ടനാടൻ ഫിഷ് കറിയാണ് ഇന്നിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇപ്പം ഈ 3 മാസം ഞാൻ ഒരു ഗ്യാപ്പ് ഉണ്ടായപ്പോൾ പോലും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. എൻ്റെ വ്യൂവേഴ്സ് എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ ഈ കഴിഞ്ഞ വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും മുമ്പോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് നിങ്ങൾ ചെയ്യും, അത് ഉറപ്പാണ് എനിക്ക്. ഇപ്പോൾ കറി ആൻഡ് സ്പൈസസ് രഞ്ജുസോൺ 2.0 റീലോഡഡ്, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ 2.0 റീലോഡഡ് ഇന്ന് ഈദായിട്ട് ഇന്ന് തന്നെ അതാണ് ഇന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ചത്. കാരണം എനിക്ക് വിഷുവിനും നിങ്ങൾക്കൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഈസ്റ്റർ കഴിഞ്ഞു, ഈദുമായി. അപ്പം ഈ വർഷം ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ഈദ് മുബാറക് വൺ ആൻഡ് ഓൾ ഫ്രം കറി ആൻഡ് സ്പൈസസ് രഞ്ജുസോൺ. നമ്മുടെ മീൻകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇന്നൊരു 1/2 കിലോ മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് അയലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അയലയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ നെമ്മീനോ അല്ലെങ്കിൽ സാൽമണോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ അയലയായിരുന്നു ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടനാടൻ ഫിഷ് കറിക്ക് അയല എടുത്തത്. കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് 1 കപ്പ് തേങ്ങ ഗ്രേറ്റ് ചെയ്തതും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊരു പേസ്റ്റ്, ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇന്ന് മീൻചട്ടി തന്നെയാണ് മീൻ വെക്കണത്. അപ്പം മീൻചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഉണ്ടാവുക. ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പേസ്റ്റായിട്ട് ഞാൻ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മുടെ ആ അരപ്പൊന്ന് അരച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരില്ല, അതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലുണ്ട്. നന്നായിട്ട് ഒരു 5 മിനിറ്റോളം നമ്മളിത് വഴറ്റേണ്ടി വരും. കാരണം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട്. നിങ്ങൾ മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അടുക്കി പിടിക്കും. ഇനി നമുക്കിതിലേക്ക് എരിവിന് നമ്മളിപ്പം മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഒരു 4 എണ്ണപ്പം ഞാൻ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുമ്പേ മാറ്റി വെച്ച മീൻ കഷ്ണം ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മീൻ കഷ്ണം ഉടഞ്ഞു പോവരുത്. ഉടഞ്ഞു പോവാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം, ആ വെള്ളവും മിക്സ് ചെയ്ത്, പിന്നെ പച്ച മാങ്ങ. ഇത് ഞാൻ 1 മാങ്ങ എടുത്തിട്ടുണ്ട്, ഫുൾ മാങ്ങ എടുത്തിട്ടുണ്ട്. അത് പുളി അനുസരിച്ച്, ഇത് വലിയ പുളിയില്ല. നിങ്ങൾക്ക് എത്രമാത്രം പുളി വേണോ അതിനനുസരിച്ചിട്ട് മാങ്ങ ഇടാം. ഇത് പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു വലിയ മാങ്ങ തന്നെയാണ് ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്പൂണിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ മീൻ കഷ്ണം ഉടയാതിരിക്കുക. അയല ആയതുകൊണ്ട്
അങ്ങനെ പെട്ടെന്ന് ഉടയില്ല. ഇനി ഇത് മാങ്ങയെല്ലാം ഇട്ട് എല്ലാം ഒന്ന് ചുറ്റിച്ച് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിലാക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് മീനൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് അതിനകത്ത് വേവിക്കാൻ വെച്ചിട്ട് ഇപ്പം മാങ്ങയെല്ലാം ഒന്ന് വെന്തു. കഷ്ണം പെട്ടെന്ന് അയിലയല്ലേ, അപ്പം പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് വേവ്. അരപ്പെല്ലാം ഒന്ന് ഇതിനകത്ത് പിടിക്കാനായിട്ടാണ് ഒരു 10 മിനിറ്റോളം ഞാൻ വേവിച്ചത്. ഇപ്പം നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. അങ്ങനെ നമ്മളുടെ കുട്ടനാടൻ മീൻ കറി ഇവിടെ റെഡി. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, അതേപോലെ അടിപൊളി ടേസ്റ്റുമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. താങ്ക് യു.